പരിപാടികളിലും തുടർച്ചയായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വിജയൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ജൈവ രീതിയിലുള്ള കൃഷി ശരിയാണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സാധനം നമുക്കില്ല. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷരഹിതമായ പച്ചക്കറി എന്നുള്ളത് നമുക്ക് നമ്മൾ കഴിക്കണം വിഷരഹിതമാണ്. വീട്ടിൽ തന്നെ സർക്കാരിന്റെ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജനങ്ങളെല്ലാം അതെല്ലാവരും അപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയും അങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ ചെലവഴിക്കുന്നത് കൃഷി മേഖലയിലേക്ക്. പക്ഷെ അതിൻ്റെയൊക്കെ എല്ലാം ഒരു ഇൻപുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. നമുക്ക് അത്രയ്ക്കും നമുക്ക് പച്ചക്കറി ആയാലും മറ്റുള്ളതായാലും സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകുന്നു വെച്ചാൽ അതില്ല. അത് നമുക്ക് അത് എന്നുള്ളൊരു ശ്രമമായിരിക്കണം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ. ഞാൻ പറയുന്നത് നമുക്ക് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പുറം നാടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കൃഷി ഉമ്മർ നമ്മളെ ഫിഷർമാനാണ്, അവർക്ക് നമ്മൾ വലയാണ് കൊടുക്കുന്നത്. പ്ലീസ്. പിന്നെ നമ്മൾ ബനാനക്കന്നുകളാണ്, വാഴക്കന്ന്, ഞാലിപ്പൂവൻ, പൂവൻ, അങ്ങനെ ഒരു 20-21 കന്നുകളാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, അതുപോലെ സലീം അലി ഫൗണ്ടേഷൻ്റെ എല്ലാമായിട്ടുള്ള വിജയൻ സാറ്, രാജുചേട്ടൻ, കൃഷി അസിസ്റ്റന്റ് എല്ലാ ഷാൻഡോ സാറ്, പവിത്ര ഉൾപ്പെടെ പ്രിയമുള്ളവർ, നേരത്തെ പ്രസിഡന്റും വിജയൻ സാറൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സലീം അലി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. വെള്ളാങ്കി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 12 വർഷത്തിലധികമായി അല്ലേ സലീം അലി ഫൗണ്ടേഷൻ. ഞങ്ങൾ ആദ്യം മെമ്പറായിരിക്കുന്ന സമയത്താണ് വിജയൻ സാറ് നിരവധി സമഗ്ര സുസ്ഥിര വികസന പഞ്ചായത്ത് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ന് സലീം അലി ഫൗണ്ടേഷൻ വെള്ളാങ്കി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വന്നത്. നിരവധി പ്രവർത്തനങ്ങൾ അതിനുശേഷം പഞ്ചായത്തായിട്ട് സഹകരിച്ചുകൊണ്ട് സലീം അലി ഫൗണ്ടേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഒക്കെ പ്രധാനമായിട്ടും ഓർഗാനിക് ഫാമിംഗ് അല്ലേ, ജൈവ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോത്സാഹനമാണ് ഇതിലൊക്കെ പ്രധാനമായിട്ട് അവർ. നേരത്തെ വിജയൻ സാറ് പറഞ്ഞു ഒരു വലിയൊരു സമഗ്ര വികസനം എങ്ങനെ നടപ്പിലാക്കാം എന്ന്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഗ്രാമപഞ്ചായത്തിൽ നിരവധി പേർക്ക് വരുമാനമാർഗം. വിജയ് മാഷ് അത് നേരിട്ട് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. കാരണം വേറൊരു ഏജൻസിക്ക് ഇതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇങ്ങനെ ഫണ്ട് അനുവദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മാഷായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഗവൺമെന്റ് നേരിട്ട് ഇതേപോലെ ഒരു ഇതില്ലാണ്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് മാഷയുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം. അപ്പോൾ ഞാൻ ഈ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഇനിയും ഈ സലീം അലി ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ടും ഗ്രാമപഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന ആദരണീയനായ വിജയൻ സാറ്, ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിഒ ഡേവിസ്, കൃഷി വകുപ്പിൽ നിന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, സലീം അലി ഫൗണ്ടേഷൻ്റെ ഇത്രയും വർഷത്തെ സാറ് പറഞ്ഞ് 12 വർഷത്തോളമായി ഈ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെത്തിയിട്ട് അന്ന് മുതൽ എല്ലാ കാര്യത്തിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇത്രയും വിപുലമായ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാറ് ഈ ഫണ്ടുകളൊക്കെ ഇവിടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാറ് മുമ്പ് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ചെയർമാനായിരുന്ന കാലം മുതലുള്ള എല്ലാ തലത്തിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളായിട്ടും
ഉദ്യോഗസ്ഥരായിട്ടുള്ള വിപുലമായ ബന്ധങ്ങളാണ്. ജിയോ ഡേയ്സിലൂടെ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ, കേരള ബഡ്ജറ്റിൽ ഒരു തുക വകയിരുത്താനായിട്ടുള്ള വേറെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു NGOസിന് ഇങ്ങനത്തുള്ള സൗകര്യം കിട്ടുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ സ്ഥലത്തും എത്തിച്ചേർന്ന് ഈ ഫണ്ടുകൾ, ഇപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഫണ്ടിൻ്റെ വലിപ്പം ഇത്തിരി ചെറുതായിട്ടുണ്ട്. ഇപ്പോൾ 5 ലക്ഷത്തിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പം അതും അദ്ദേഹം ഇത്രയും വിപുലമായ സാധനങ്ങൾ എല്ലാ കർഷകർക്കും എത്തിക്കാനായിട്ട് സലീം അലി ഫൗണ്ടേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്പ്രെയർ ആയാലും നമുക്ക് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഇതൊക്കെ ഒരു കൃഷിക്കുള്ള പ്രചോദനമാണ്. അത് സ്പ്രെയർ കിട്ടിയതെന്ന് മാത്രമേ വലിയ കർഷകനാകുമെന്നല്ല, അതിനൊരു പ്രചോദനം, കൃഷി ചെയ്യാനുള്ള പ്രചോദനം, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൂടി ഒരു പ്രചോദനമാണ് ഇത്തരത്തിലുള്ള കൃഷിയിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ ജൈവ രീതിയിലുള്ള കൃഷി, ജൈവ രീതിയിൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കാതെ ജൈവ രീതിയിലുള്ള ഒരു കൃഷിയെ ഇത്രയും അധികം ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മറ്റൊരു സംഘടന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇപ്പോഴും പലരും അത് മനസ്സിലാക്കിയിട്ടില്ല. ഇതിൻ്റെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് കാലത്ത് തന്നെ ഞാൻ ഒരാളോട് തർക്കിച്ചാണ്, ശ്യാം മോഹൻ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ സംസ്ഥാന അവാർഡ് കിട്ടിയ യുവകർഷകൻ ഉണ്ടാക്കുന്ന തണ്ണിമത്തൻ ജൈവ രീതിയിലാണ് അദ്ദേഹം പൂർണ്ണമായി ഉണ്ടാക്കുന്നത്. അതിന് കിലോന് 40 രൂപയാണ്. അത് മേടിക്കണമെന്ന് ഞാൻ പലരോടും പറയാറുണ്ട്. ഈ ശ്യാമോഹനെ സഹായിക്കുന്നതിന് വേണ്ടി ഞാൻ പലരോടും അപേക്ഷിക്കാറുണ്ട് ഇതൊക്കെ വാങ്ങിക്കണമെന്ന്. അപ്പോൾ അവർ പറയുന്നത് അത് 40 രൂപയാണോ, കരുപ്പുറന്ന് പോയി 23 രൂപയ്ക്ക് കിട്ടും ഈ തണ്ണിമത്തൻ എന്ന് പറയും. പക്ഷെ ആ തണ്ണിമത്തനും ഈ തണ്ണിമത്തനും കഴിക്കുമ്പോഴുള്ള വ്യത്യാസം, അത് വായിൽ വെക്കുമ്പോൾ തന്നെ അറിയാം ഈ വ്യത്യാസം ഉണ്ടെന്ന്. അത് വായൊക്കെ പൊള്ളിപ്പോവും മറ്റൊരു തണ്ണിമത്തം കഴിച്ചാൽ. ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു കുളിർമ അനുഭവപ്പെടും, ഒരു മധുരമുണ്ട്, കുളിർമയുണ്ട്. അത്രയും ഓർഗാനിക്കായിട്ടുള്ള ഒരു സാധനം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിലുണ്ടാവുന്ന ഗുണങ്ങളുണ്ടല്ലോ, അത് വളരെ വലുതാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ആൾക്കാർക്കില്ല. എന്നിട്ട് പറയാം അതിന് 40 അല്ലേ, ഇത് 23 അല്ലേ. ഞാൻ തർക്കിച്ച് തോറ്റിരിക്കുകയാണ് ആൾക്കാരോടൊക്കെ. അപ്പോൾ 23 രൂപയ്ക്ക് കിട്ടുന്നത് കഴിച്ചോട്ടെ, അവർ പറയാനൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ സലീം അലി ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്, നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. ഞാൻ 25 വർഷമായിട്ട് ജൈവകർഷകനാണ്, 25 വർഷമായിട്ട് ഇപ്പോഴും ജൈവകർഷകനാണ്. അപ്പോൾ സലീം അലി ഫൗണ്ടേഷൻ ഇവിടെ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്, പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ സലീം അലി ഫൗണ്ടേഷൻ വിതരണം ചെയ്ത എന്തെങ്കിലും ഒരു തയ്യ്, ഒരു മുളകൻ തയ്യോ ഒരു വഴുതന തയ്യോ ഒരു വെണ്ട തയ്യോ ഇല്ലാത്ത ഒരു വീട് പോലും ഈ പഞ്ചായത്തിൽ കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും തൈകൾ ആ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വിപുലമായി ചെയ്യാൻ ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ 1-2 സാധനങ്ങളെങ്കിലും ഒരു വഴുതന തൈ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ലളിത മേഡത്തിനോടും എല്ലാം നമ്മൾ വളരെയധികം നന്ദി പറയേണ്ടതുണ്ട്. നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാട്ടിലെ ഓരോ ജനങ്ങളും സാറിനോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും തുടർന്നും അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരും അതിനോട് സഹകരിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജിയോ മെമ്പർ, വികസനകാര്യം, പിന്നെ നമ്മുടെ രാജുവേട്ടൻ, അതിലുപരി നമ്മുടെ സലീം അലി ഫൗണ്ടേഷൻ്റെ നമ്മുടെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ പവിത്ര, റിനാസ്, പിന്നെ എത്രയും സ്നേഹം നിറഞ്ഞ കർഷകരെ, ജൈവ കർഷകരെ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഇപ്പം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഒരു വിഭാഗം ജനങ്ങൾ മാത്രമാണ് കൃഷിയിലൂടെ പോകുന്നത്. അതായത് എബവ് 60 അല്ലെങ്കിൽ ഒരു 55-60 കഴിഞ്ഞിട്ട് ചെറുപ്പക്കാർ കൂടുതലും കൃഷിയിലേക്ക് ഇറങ്ങി വരണം എന്നുള്ളതാണ് എൻ്റെ സ്വന്തമായും ഞങ്ങളുടെ വകുപ്പിൻ്റെയും കൂടുതൽ ആഗ്രഹം ഇപ്പോൾ. കാരണം അടുത്തൊരു തലമുറ നിലനിൽക്കണമെങ്കിൽ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങണം. ഇപ്പോൾ കൂടുതലും മക്കളും ഇവിടുന്ന് വിട്ടു പോവുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റണില്ല അവർക്ക്. അവർ പാഠപുസ്തകങ്ങൾ പഠിച്ച്, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ പല സ്കൂളുകളിലും കുട്ടികൾ എങ്ങനെ നെല്ലുണ്ടാവണേ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം. അത് അരി ഉണ്ടാവണം, അല്ലെങ്കിൽ വെണ്ടല, കൈപ്പക്ക, പടവലം ഇതൊക്കെ നട്ടു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ കളർ വരും, അത് നശിച്ചു പോകും. അത് വന്ന് നോക്കുമ്പോൾ അതിന് സാറേ അതിനുള്ള പൊട്ടിക്കും നിറച്ച് പുഴുവാണ്. അപ്പം ഞാൻ കലക്സ് അടിച്ചു, മറ്റേതടിച്ചു, മറിച്ചടിച്ചു, ജൈവം അടിച്ച് നിൽക്കില്ല.